അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആണ് ഇത്. നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് 4 ബിഗിനേഴ്സ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അത് ചെയ്യണം. അതിനൊക്കെ തുടരെയുള്ള 4 ക്ലാസ്സും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, കംപ്ലീറ്റ് ഇടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ലെവലിലെ യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്കൊരു യോഗ ചെയ്ത് തുടങ്ങുമ്പം എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഒന്നാമത് നമുക്ക് എന്ത് വേണം? ഒരു മാറ്റ് വേണം, യോഗ മാറ്റ് വേണം. യോഗ മാറ്റ് അത്യാവശ്യം തിക്നെസ് ഉള്ള, നമുക്ക് നമ്മൾ തറയിൽ വെക്കുമ്പോഴത്തേക്കും പെയിൻ എടുക്കാത്ത, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, പോകാത്ത, നല്ല സ്റ്റിഫായിട്ട് നമ്മൾ ഇടുന്ന സ്ഥലത്ത് തന്നെ കിടക്കുന്ന ഒരു യോഗ മാറ്റ് വേണം. അത് കണക്ക് തന്നെ നമുക്ക് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, നമുക്ക് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള, ടൈറ്റ് ആയിട്ടിരിക്കാത്ത ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം. നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന പാൻസ് കുഴപ്പമില്ല. സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന പാൻസും ലൂസ് ആയിട്ടുള്ള ടോപ്പുകളും ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കംഫർട്ടബിൾ ആയിരിക്കും. ചെയ്യുമ്പോഴാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഒരു ഡിസ്കംഫോർട്ട് തോന്നത്തില്ല. അപ്പം ഡ്രസ്സിന്റെ കാര്യം ശ്രദ്ധിക്കണം. അത് രണ്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം രാവിലെ എണീറ്റിട്ട് കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ 4 മണിക്കും 5 മണിക്കൊക്കെ എണീറ്റിട്ട് ഒരു അരമണിക്കൂർ ദിവസവും ചെയ്യുക. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നമ്മൾ ആ ബെനിഫിറ്റ് കിട്ടും, ഉറപ്പാണ്. നമ്മൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മിസ്സായി പോവുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അഡ്വാൻസ് ക്ലാസ്സിൽ കയറിയിട്ട് യോഗ ചെയ്ത് തുടങ്ങി ഒരു ഫ്ലോ എത്തി കുറച്ച് നാളും ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ 4 ക്ലാസ്സസ് കണ്ടിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എടുത്തിട്ട് വേണം യോഗയുടെ അഡ്വാൻസ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ട്രെച്ചിങ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്യുന്നത്. അപ്പം ബോഡി ഫുള്ള് നമുക്കൊന്ന് സ്ട്രെച്ച് കൊടുക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് നിവർന്നിരിക്കുക. നട്ടല് നിവർന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരട്ടെ. ചുറ്റും കേൾക്കുന്ന സൗണ്ടുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈകൾ കൂട്ടിത്തിരുമി, കണ്ണുകൾ തുറക്കണ്ട. കൈകൾ കൂട്ടിത്തിരുമി ആ ചൂട് മുഖത്ത് വയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറന്ന് ഒരു പുഞ്ചിരിയോടെ ഫസ്റ്റ് ക്ലാസ്സിലോട് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഓരോ ബോഡി പാർട്ടിനും സ്ട്രെച്ച് കൊടുക്കുക. കൈ, കഴുത്ത്, കാല്, എല്ലാ ഭാഗത്തും നമ്മൾ സ്ട്രെച്ച് കൊടുക്കുക. ഫസ്റ്റ് കൈ കൈ നീട്ടി പിടിച്ച് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് കൊടുക്കുക. ഈ സമയത്തൊക്കെ ബ്രീത്ത് നോർമൽ ആണ്, പ്രത്യേകിച്ച് ബ്രീത്ത് വേണ്ടി ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് തിരിച്ചു. എന്നിട്ട് കൈ രണ്ട് ഷോൾഡർ വെച്ചിട്ട് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കണ്ണു ചെയ്തോ. ഒരു വട്ടം കൂടി. ഇനി കൈ പതുക്കെ റൊട്ടേറ്റ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. തിരിച്ചു. റിലീസ്. ഇനി പതുക്കെ ഷോൾഡർ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കണ്ടോ? ചെയ്യാം. ദീർഘശ്വാസം വിട്ട് റെഡി. ഇൻഹേൽ, എക്സേൽ.
കണ്ണീരെ അവതാരം ലാസ്റ്റ് രണ്ടുവട്ടം ഒരു വട്ടം കൂടി റിലീസ്. ഇനി നമ്മൾ ഷോൾഡർ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് ബാക്കിലോട്ട് ഒന്ന് റിലീസ് ചെയ്യും. ഇൻഹെയിൽ എക്സെയിൽ. കണ്ടോ? ചെയ്യാം. റെഡി? ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇനി തിരിച്ച് ഇൻഹെയിൽ എക്സെയിൽ ഫ്രണ്ടിലൂടെ. ഇൻഹെയിൽ റിലീസ്. ഓക്കെ. ഇനി കൈ നിവർത്തുക ചെയ്യുക. ഓക്കെ, നിവർത്തുക ചെയ്യുക. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. റിലീസ്. ഇനി നമ്മൾ കൈയുടെ സ്ട്രെച്ച് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കഴുത്തിന്റെ സ്ട്രെച്ച് നോക്കാം. സാവധാനം ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡ്. ഇതിന്റെ ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കഴുത്തിന് സ്ട്രെച്ച് കൊടുക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഈ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും. ഇൻഹെയിൽ ബ്രീത്ത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. നമുക്ക് ഫോക്കസ് കൊടുക്കാൻ കഴുത്തിനാണ്. കഴുത്തിന് വേദന വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. റിലാക്സ്. സെൻട്രൽ വരട്ടെ. ഇനി താഴോട്ടും മുകളിലോട്ടും. ഓക്കെ, ഇവിടെ മുകളിലോട്ട് ഇൻഹെയിലും താഴോട്ട് എക്സെയിലും ചെയ്യുന്നത്. മുകളിലോട്ട് ഇൻഹെയിൽ എടുത്തിട്ട് താഴോട്ട് എക്സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വയറ് മാക്സിമം ഉള്ളിലോട്ട് പോകണം. ഓക്കെ, ചെയ്യാം. ഇൻഹെയിൽ എക്സെയിൽ. ഒന്നുകൂടി ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഒന്നുകൂടി ഇൻഹെയിൽ എക്സെയിൽ. ലാസ്റ്റ് ടൈം ഇൻഹെയിൽ എക്സെയിൽ. റിലാക്സ്. കം ടു സെന്റർ. ഓക്കെ, നമുക്ക് കഴുത്തിന്റെ ബാക്കില്, നമ്മളെ കഴുത്തിന്റെ ബാക്ക് സൈഡ് കണ്ടോ? കഴുത്തിന്റെ ബാക്ക് സൈഡില് ഞാൻ നിന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് ചെയ്യാം. പ്രസ് ചെയ്ത് നമ്മുടെ കഴുത്തിനും ഷോൾഡറിനും കൈക്കും നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സാവധാനം നമ്മൾ കാലിലോട്ട് കിടക്കാം. വയ്ക്കാം. കാല് നീട്ടി വെക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ഡയറക്ഷനിൽ നിന്ന് ഈ ഡയറക്ഷനോട്ട് ഇങ്ങനെ കറക്കട്ടെ. ഇൻഹെയിൽ എക്സെയിൽ. നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. താഴോട്ട് എക്സെയിലോ മുകളിലോട്ട് ഇൻഹെയിലോ ചെയ്യാം. പക്ഷെ വൃദ്ധം മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. എന്നിട്ട് തിരിച്ച് സാവധാനം എൻജോയ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളെ ഈ കുഞ്ഞു വിരലും തള്ളവിരലും മാറ്റിലോട്ട് തൊടുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇൻഹെയിൽ എക്സെയിൽ. കൈയുടെ ബാക്ക് സപ്പോർട്ട് കൊടുക്കാം. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ.
വട്ടം കൂടി. എന്നിട്ട് കാല് ഫ്രണ്ടിലോട്ട് നിവർത്തുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ചെയ്തോ? പോട്ടെ. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഇനി നമ്മൾ കാലിന് കൊടുക്കാൻ പോകുന്നത് കാൽ രണ്ടും ചേർത്ത് നമ്മുടെ അടുത്തോട്ട് വെച്ചിട്ട് ഇത് രണ്ടും ഒരു ഭാഗത്തേക്ക്, എന്നിട്ട് പതുക്കെ ഈ ഭാഗത്തേക്ക്. കണ്ടോ? ചെയ്യാം. അപ്പൊ നമ്മള് കാല് പച്ച നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ചേർത്ത് വെച്ചിട്ട് നമ്മൾ സൈഡ് ബോഡിക്ക് ട്വിസ്റ്റ് കിട്ടും. റിലീസ്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ കാലിൽ ചേർത്ത് വെച്ചിട്ട് ഇൻഹെയിൽ, എക്സെയിൽ. കേട്ടോ? ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. പോട്ടെ. കിട്ടാൻ കൂടി റിലാക്സ്. നിവർന്നിരിക്കുക. ഒന്ന് കാലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാലിലിപ്പൊ കിട്ടിയ എക്സസൈസും സ്ട്രെച്ചസും ഒന്ന് ശ്രദ്ധിക്കുക. സാവധാനം റൈറ്റ് ലെഗ് അടുത്തോട്ട് കൊണ്ടുവരിക. ജസ്റ്റ് നമ്മുടെ മുട്ട് മുതൽ കാൽപാദം വരെ ഒന്ന് മസാജ് കൊടുക്കുക. കാലിന്റെ കുറ്റി ഉൾപ്പെടെ മസാജ് കൊടുക്കുക. ഇങ്ങനെ 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 മസാജ് കൊടുക്കുക. എന്നിട്ട് ആ മസാജ് ചെയ്ത കാലില്ലേ അതെടുത്ത് ഇപ്പർ സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ. എന്നിട്ട് റൈറ്റ് ലെഗിൽ എടുത്തത്. അപ്പൊ റൈറ്റ് ഹാൻഡ് എടുത്ത് ഒന്ന് ചുറ്റി പിടിക്കുക. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ബാക്കിലോട്ട് വെക്കുക. ബാക്കിലോട്ട് നോക്കി. നമ്മുടെ സൈഡിലൊരു സ്ട്രെച്ച് കിട്ടും. ആ സ്ട്രെച്ച് ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്യുക. റിലാക്സ്. അതൊക്കെ കാലെടുത്ത് നേരെ വെക്കുക. നമ്മൾ ലെഫ്റ്റ് ലെഗ് എടുത്ത് അതേപോലെ ഒന്ന് മസാജ് എടുക്കുക. കാലിന്റെ പാദം ഉൾപ്പെടെ മസാജ് കൊടുക്കണേ. നമ്മൾ കുറെ നെർവ് എൻഡിങ് ഉള്ളതാണ് നമ്മുടെ കാലിന്റെ പാദം. പാദം ഉൾപ്പെടെ ഒന്ന് മസാജ് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ആ കാലെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് നേരത്തെ റൈറ്റ് ഹാൻഡിൽ ചുറ്റി പിടിച്ചത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ചുറ്റി പിടിച്ച് ബാക്കിലോട്ട് കഴിച്ച് ബാക്കിലോട്ട് നോക്കി. അതൊക്കെ സാവധാനം തിരിച്ചു വന്ന് ഈ കാലെടുത്ത് നേരെ വെച്ചു കൊടുക്കാം. നിവർന്നിരിക്കുക. സ്ലോലി ഇൻഹെയിൽ, എക്സെയിൽ. പതുക്കെ ഇൻഹെയിൽ, എക്സെയിൽ. പറ്റുന്ന അത്രയും ദൂരോട്ട് എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ. രണ്ടു വട്ടം കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ. നിവർന്നിരിക്കുക. സുഹാസനതയിലേക്ക് വരിക. സുഹാസനയിലേക്ക് വരിക. കണ്ണുകൾ അടച്ച് നിങ്ങളെ ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസം കൺട്രോൾ ചെയ്യാതെ
ശ്വാസത്തിന്റെ ഗതി ശ്രദ്ധിക്കുക. നമ്മളെ ബോഡിയിൽ വിയർപ്പ് തുള്ളികളെ ശ്രദ്ധിക്കുക. അവധാനം കണ്ണുകൾ തുറക്കുക. കൈകൾ നമസ്കാര മുദ്ര പിടിക്കാം. നമസ്കാര മുദ്ര പിടിക്കാം. എന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ച് ഇൻഹെയിൽ മുകളിലോട്ട്, എക്സെയിൽ റിലീസ്. എന്നിട്ട് ഒരു സൈഡിലോട്ട് ഇൻഹെയിൽ, എക്സെയിൽ സെന്റർ, ഇൻഹെയിൽ, എക്സെയിൽ സെന്റർ. കണ്ണു ചെയ്യാം. ഒരു കൂടി. അതൊക്കെ മുകളോട്ട് ഇൻഹെയിൽ, എക്സെയിൽ. കൈ പറന്ന് 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 താഴ്ത്തിട്ടെ. രണ്ട് സൈഡിലായിട്ട് കൈ ഉറപ്പിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫേം ആയിട്ട് ഉറപ്പിച്ചിട്ട് റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് ഇൻഹെയിൽ, തിരിച്ച് എക്സെയിൽ. റൈറ്റ് ഹാൻഡ് ഫിക്സ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇൻഹെയിൽ. എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം. എക്സെയിൽ. പെയിന്റ് ചെയ്ത് താഴോട്ട് ഇറക്കുന്നുണ്ട്. എത്ര പോകാൻ പറ്റുമോ അത്രേ പോവാവൂ. പതുക്കെ 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 നമുക്ക് സ്ട്രെച്ച് കൂട്ടാൻ പറ്റും. ഇൻഹെയിൽ. ഇത്ര പറ്റത്തുള്ളൂ, ഇത്രയും മതി. ഇത്രയാണെങ്കിൽ ഇത്രയും, എവിടെയാണോ വരാണോ പറ്റുന്ന അത്രയും മതി. എക്സെയിൽ. നമ്മൾ പെയിന്റ് അടിച്ച് മതിലിൽ പെയിന്റ് അടിക്കുന്ന ഇമാജിൻ ചെയ്ത് താഴോട്ട്. ഇൻഹെയിൽ, എക്സെയിൽ. രണ്ടു വട്ടം കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. ഒരു വട്ടം കൂടി ഇഷ്ടപ്പെട്ട്. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. ഇനി നമ്മൾ കൈകൾ രണ്ട് സൈഡ് ഇരിക്കുമല്ലേ, ആ കൈകൾ പതുക്കെ 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 ബാക്കിൽ കൊണ്ട് ഉറപ്പിച്ച് വെക്കാം. ഇങ്ങനെ ബാക്കിൽ ഉറപ്പിച്ച് വെക്കാം. ഓക്കെ. എന്നിട്ട് സാവധാനം മുകളിലോട്ട് ഇൻഹെയിൽ, താഴോട്ട് എക്സെയിൽ ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ. കഴുത്ത് നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നതൊക്കെ എക്സെയിൽ ആണ്. ഇൻഹെയിൽ, എക്സെയിൽ. ഒന്നുകൂടി. ഇൻഹെയിൽ, എക്സെയിൽ. പതുക്കെ സെന്ററിൽ വരിക. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന കൈ പതുക്കെ 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 ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് എത്ര ദൂരം വെക്കാൻ പറ്റുമോ അത്ര ദൂരം വെക്കുക. കണ്ടോ? എന്നെ നോക്കിയേ. ഇത്ര ദൂരം വെക്കുക. വെച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ തല തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറ്റത്തില്ല, സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കൈ രണ്ട് തട്ടായിട്ട് വെക്കുക. അതും പറ്റത്തില്ലെങ്കിൽ അതിനാ തല വെക്കുക. അതും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടം വരെയാണോ തല വെക്കാൻ പറ്റുന്നത് അത്രയും മാത്രം ഇന്ന് ഉയർന്നു നിൽക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് കൈ പതുക്കെ 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 സ്ട്രെച്ച് കൊണ്ടുവന്ന് എവിടം വരെ ദൂരെ വെക്കാൻ പറ്റും അത്ര ദൂരം നിന്നിട്ട് തല എവിടം വരെ എത്തുന്നു അവിടം വരെ വെയിറ്റ് ചെയ്യുക. ഇത്ര ആണെങ്കിൽ ഇത്ര, അല്ല ഇത്രയാണെങ്കിൽ ഇത്ര, അല്ല ഇത്രയാണെങ്കിൽ ഇത്ര. ആ പോസിൽ പതുക്കെ റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്യുക. തലയുടെ ഭാരം ഭൂമിയിലേക്ക് കൊടുത്ത് ശ്രദ്ധിച്ച് റെസ്റ്റ് ചെയ്യുക. എൻജോയ് ദ പ്രോസസ്. നമ്മളെ തല കുനിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക.
നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. സാവധാനം ഉയർന്ന് കൈകൾ പതുക്കെ നിരക്കി ബാക്കിലോട്ട് എടുത്ത് നിവർന്ന് വന്നിരിക്കും. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി പറഞ്ഞു തരാം. ഇത് നമ്മൾ അടുത്ത ഡേയിലെ യോഗയിൽ ചേർക്കും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 4 കാലിൽ നിൽക്കാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് കൈ 2 ഫിക്സ് ചെയ്ത് 4 കാലിൽ നിൽക്കുക. കണ്ടോ? 4 കാലിൽ നിൽക്കുക. 1 മിനിറ്റ് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിടാം മാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 കാലിൽ നിൽക്കാൻ പോകുന്നു. ഓക്കെ, എന്നിട്ട് സാവധാനം ഇൻഹേൽ പറയുമ്പോൾ മുകളിലോട്ട് നമ്മൾ കാല് ഫിക്സ് ചെയ്ത് 4 കാല് ഉറച്ച് നിൽക്കുക. നമ്മുടെ ബാക്കിൽ 2 കാലുകൾ ഉറച്ച് നിൽക്കട്ടെ, കൈകൾ ഉറച്ച് നിൽക്കട്ടെ. എന്നിട്ട് പതുക്കെ സാവധാനം മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആവും. ചെസ്റ്റ് ഓപ്പൺ ആവും. എക്സൽ പറയുമ്പോഴത്തേക്കും നമ്മൾ റാ കണക്കാവും. ചെയ്യാം. ഓക്കെ, എന്നിട്ടോ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഒരു വട്ടം കൂടി ഇൻഹേൽ, എക്സേൽ. ഒരു വട്ടം കൂടി ഇൻഹേൽ, എക്സേൽ. എന്നിട്ട് സാവധാനം ബാക്കിലോട്ട് വന്ന് വജ്രാസനം ഇരിക്കാം. ഇന്ന് പറഞ്ഞിരിക്കാം. എന്നിട്ട് നമ്മൾ കാലിലെ വിരലുകളിൽ ഇരിക്കാം. കണ്ടോ? കാലിലെ വിരൽ. എന്നിട്ട് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആടിക്കൊടുക്കാം. നമ്മളെ കാലില് പിങ്കി ടോസിൽ ചെറിയ സ്ട്രെച്ച് കിട്ടാവുന്ന രീതിയിൽ ആടിക്കൊടുക്കാം. ഓക്കെ, റിലാക്സ്. എന്നിട്ട് കാലുകൾ ഒരു സൈഡിൽ കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവരിക, നീട്ടി വെക്കുക. സാവധാനം ശവാസനയിലേക്ക് വരാം. കൈകൾ മലർത്തി ആകാശത്തിലേക്ക് ഫേസ് ചെയ്ത് കിടക്കാം. കാലുകൾ തമ്മിൽ അകലം പാലിക്കാം. സാവധാനം നമ്മുടെ ശരീരം ഭൂമിയിലേക്ക് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം. റിലാക്സ് ചെയ്ത് കൊടുക്കാം. ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് കൊടുക്കാം. കണ്ണുകൾ അടച്ച് കിടക്കാം. നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ബോഡിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളൊരു ബീച്ചിന്റെ സൈഡിൽ കിടക്കുന്ന നമുക്ക് ഇമാജിൻ ചെയ്യാം. തിരമാലകളുടെ സൗണ്ട് ശ്രദ്ധിക്കാം. ചെറിയ കാറ്റടിക്കുന്നത് ശ്രദ്ധിക്കുക. നല്ല തണുത്ത കാറ്റ് നിങ്ങളെ തഴുകി തല മുതൽ കാൽ വരെ പോകുന്നത് ഇമാജിൻ ചെയ്യുക. നെറ്റ് ഫ്രീ ആയിട്ട് വിടുക. കണ്ണ്, പിരികം, കൽപ്പീലി, കൃഷ്ണമണി, മൂക്ക്, ചുണ്ട്, ചെവി, കഴുത്ത്, നെഞ്ച്, വയറ്, കൈ, തൊട, കാല്, കാൽപാദം, കാൽവിരലുകൾ. ഓരോ ഭാഗവും തളർന്നു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. സാവധാനം 10 മുതൽ താഴേക്ക് എണ്ണുക. ഓരോ ശ്വാസം എടുക്കുന്നതും ഓരോ എണ്ണം, ഓരോ കൗണ്ട് വെച്ച്.
സാവധാനം നമ്മുടെ ബോഡിയിലേക്ക് അവയർനെസ് കൊണ്ടുവരിക. ശ്രദ്ധ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. കൈകൾ നമസ്കാര മുദ്ര പിടിക്കുക. കൈകൾ കൂട്ടിത്തിരുമുക. ആ സൗണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ചൂട് സാവധാനം മുഖത്തേക്ക് വെക്കുക. ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. മുഖം ഒന്ന് തടവി കൊടുക്കുക. വലത് ഭാഗം ചരിഞ്ഞ് സാവധാനം എഴുന്നേറ്റ് സുഹാസനിലേക്ക് വരിക. നമസ്തേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 3 ക്ലാസ് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അഭിപ്രായം പറയണം. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.